നേർജീവിതങ്ങളിൽ പെണ്ണടയാളങ്ങളുമായി തിളങ്ങിയ സ്ത്രീ രത്നങ്ങളെ പരിചയപ്പെടുത്തുന്ന ഷോ ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് പാട്ടും അഭിനയ വിശേഷങ്ങളും ഇതെല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും. കാരണം വരാൻ പോകുന്നത് ഒരു പാട്ടുകാരിയാണ്, ഒരു അഭിനേത്രിയാണ്. അപ്പോൾ ഈ എല്ലാ വിശേഷങ്ങളും കേൾക്കാനായിട്ട് നിങ്ങൾ റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അഖില ആനന്ദ് ആൻഡ് ഡോക്ടർ ആര്യ. ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ടിൽ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു ഐശ്വര്യമായിട്ടുള്ള എപ്പിസോഡായിരിക്കും നമ്മൾ ഇനി മുന്നോട്ട് വെക്കാൻ പോകുന്നത്. ശരിയല്ലേ? തീർച്ചയായിട്ടും. കാരണം രണ്ടുപേരെയും കണ്ടാൽ തന്നെ ഭയങ്കര പാവമായിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ ഇവിടെ വന്ന് നിൽക്കുന്നു. ഞാൻ നിങ്ങളെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച് വെള്ളം കുടിപ്പിക്കും എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ റെഡിയാണല്ലോ? കുടിപ്പിക്കണ്ടെന്നാണ് ഇവർ പറയുന്നത്. ശരി, അപ്പൊ ഇവർക്ക് വേണ്ടി ഞാൻ ഇന്ന് കുറച്ച് സൗമ്യമാവാം. നമുക്ക് ഇരുന്ന് സംസാരിക്കാം കൂടുതൽ വിശേഷങ്ങൾ. റെഡി? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? നിങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൈറൽ കുട്ടികളാണ്. ആൾക്കാരെല്ലാവരും നിങ്ങൾ അങ്ങനെയാണ് ഇപ്പൊ അല്ലേ? അതായത് നിങ്ങൾ ഒരാള് പാടി, ഒരാള് ഡാൻസ് ചെയ്തു, അങ്ങനെ അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ വൈറൽ താരങ്ങളായിട്ട്. അതുകൊണ്ടാണ് നമുക്ക് ആദ്യം തന്നെ ആ വിശേഷം അറിയണമെന്നൊരു ആഗ്രഹം വന്നത്. സോ പറയൂ, എങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയായിരിക്കും തുടക്കം മുതലുള്ളത്? കുറെ കവേഴ്സും അല്ലാതെയുള്ള ഡിവോഷണൽ ആൽബംസും അങ്ങനെ കുറെ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയൊരു ക്ലാസിക്കൽ ഒരു കൃതി ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായി. ജനകീയമായിട്ടുള്ളൊരു കൃതി എടുക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ജഗദോദ്ധാരണ എന്നുള്ള ഒരു കീർത്തനം സെലക്ട് ചെയ്യാൻ തന്നെ കാരണം. അപ്പോൾ അത് പ്ലാൻ ചെയ്തു, അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, പാടി, ഓരോ ഇൻസ്ട്രുമെൻസായി വായിച്ചു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി, പാട്ടിൻ്റെ സൈഡ് കംപ്ലീറ്റ് ആയപ്പോൾ എനിക്ക് തോന്നിയത് അതൊരു ഡാൻസ് രൂപത്തിൽ പ്രസൻറ്റ് ചെയ്താലായിരിക്കും കുറച്ചുകൂടി ഭംഗി. അതെ അതെ, കുറച്ചുകൂടി ഭംഗി ഉണ്ടാവാൻ തോന്നി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒട്ടും അധികം ആലോചിക്കേണ്ടി വന്നില്ല. കാരണം ആര്യ ഞാൻ ഒത്തിരി പണ്ടേയുള്ള ഒരു സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്ന അത്തരം ഒരു ബന്ധമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആര്യ എനിക്കറിയാം, എനിക്ക് ആര്യ അറിയാം. നമ്മൾ കുട്ടിക്കാലം തൊട്ടേ ഒരുമിച്ച് പാട്ട് ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. അതെ. പിന്നീട് ഒരു ചാനലിൽ ആങ്കർ ആയിട്ട് ആര്യ കുറെ കാലം, ഞാനും അതേ ചാനലിൽ ആങ്കർ ആയിരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി നാളത്തെ പരിചയമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആര്യയെ കോണ്ടാക്ട് ചെയ്യുന്നത്. ബാക്കി ആര്യ എന്റെ കോണ്ടാക്ട് ചെയ്തു. അതിനുശേഷം ആര്യക്ക് എങ്ങനെയാണ് ഫസ്റ്റ് നീ എസ് പറഞ്ഞോ, അതേ കുറെ കൺഫ്യൂഷൻസ് ഇങ്ങനെ മിന്നി മറയുന്നുണ്ടായിരുന്നോ? ഞാൻ അധികം ഈ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ല. അധികം നല്ല, ഒട്ടും ആക്റ്റീവ് അല്ല, തീരെ ആക്റ്റീവ് അല്ല. ഞാനിങ്ങനെ വെറുതെ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ അഖിലയുടെ ഒരു മെസ്സേജ്, ഹായ് ആര്യ, ഫോൺ നമ്പർ തരാമോ എന്ന് വന്നു. അപ്പോൾ ഞാൻ അഖിലയാണല്ലോ എന്ന് ചോദിച്ചാൽ ഫോൺ നമ്പർ ഷെയർ ചെയ്തു. അങ്ങനെ അഖില എന്നോട് പറഞ്ഞു, അഖിലയ്ക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ഒരു സോങ് ഇങ്ങനെ ചെയ്യുന്നു, ഇന്ന സോങ് ആണ്, കുറച്ചൊരു സെമി ക്ലാസിക്കൽ ഒരു അതിൻ്റെ ഒരു വേർഷൻ ചെയ്യാമോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ അത്രയ്ക്കൊന്നും ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞാൽ ശരി, ഞാൻ ഒത്തിരി നാളായി ഇങ്ങനെ ഇതിലൊക്കെ ചെയ്തിട്ട് കുറേ ഒരു ബ്രേക്ക് വന്നിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അഖില റെക്കോർഡ് ചെയ്ത സോങ് അയച്ചു തന്നു. റഫാണ് അയച്ചു തന്നത്. അപ്പം ഇതിനൊരു കോറിയോഗ്രാഫി ചെയ്ത് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആര്യ തന്നെയാണ് കൊറിയോ ചെയ്തത്? അതെ അതെ അതെ. പിന്നീട് പക്ഷെ അതിനൊരു ബ്രേക്ക് വന്നു. പിന്നെ കോവിഡ് വന്നപ്പോൾ വിചാരിച്ചതുപോലെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ബ്രേക്കായി. കുറെ നാളഞ്ഞ് പിന്നെയും ചോദിച്ചു, അഖില നമുക്കത് ചെയ്യണ്ടേ മെസ്സേജ് തിരിച്ച് അങ്ങോട്ട് അയച്ചു. ആര്യക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. ആയിരിക്കും കൂടുതൽ ഒരു സന്തോഷമല്ലേ വലിയൊരു ബ്രേക്കിന് ശേഷം അങ്ങനെ. അതായത് ഒരു എന്താണ്, ഒരു ചാനൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പബ്ലിക് മീഡിയയിൽ നിന്ന് കുറച്ച് നാളൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വന്നപ്പോൾ ഒത്തിരി പേരിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും തോന്നി ആൾക്കാർ ഇപ്പോഴും എന്നെ ഓർക്കുന്നു. അതെ, അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആൾക്കാർ ഓർക്കുന്നത് വെച്ചാൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു സ്ഫടികം എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രം ആരും അങ്ങനെ മറക്കില്ല അല്ലേ? എന്നോട് തന്നെ ഒത്തിരി പേര് ചോദിച്ചു, അയ്യോ സ്ഫടികത്തിലെ തുളസി അല്ലേ എന്ന് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു. അതൊരു ഭാഗ്യമാണ്. കാരണം ആ സമയത്ത് എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ 7th സ്റ്റാൻഡേർഡ് ആ ഒരു സമയമാണെന്ന് തോന്നുന്നു. ആ സമയത്താണ്. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞാണ് സിനിമ റിലീസ് ചെയ്തത്. പക്ഷെ അന്ന് കിട്ടിയതിനേക്കാൾ ഒരു സന്തോഷം ഇപ്പോഴാണെന്ന് തോന്നുന്നത്. കാരണം ഇപ്പൊ വീണ്ടും ആ പഴയ കാലം ഓർത്ത ആൾക്കാർ ചോദിക്കും സ്ഫടികത്തിലെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ കുറച്ചുകൂടെ. അതെ അതെ. പാട്ടൊന്ന് പാടുമോ? എനിക്ക് പാടാറില്ല. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി സമയമാമൃതത്തിലെ മധുരമണിനാദം മാ
പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പോഴാണെങ്കിലും അതിങ്ങനെ യൂട്യൂബിലും ടിവിയിലും ഒക്കെ വരുമല്ലോ, പിന്നെ ആൾക്കാർ പറയും അപ്പൊ എപ്പോഴെങ്കിലും സിനിമയിലേക്ക് ഇനി തിരിച്ചു വരണം, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പ്ലാനിങ് 2022 അങ്ങനെ നല്ലൊരു റോള് കിട്ടുവാണെങ്കിൽ ചെയ്യും, അല്ലാതെ അതിന് നോ എന്നൊരു അങ്ങനെയൊന്നുമില്ല. പാട്ടിന്റെ കാര്യം പറഞ്ഞു, ആങ്കറിങ്ങിന്റെ കാര്യം പറഞ്ഞു, അതിന്റെ ഇടയിൽ ഡബിങ്ങും ചെയ്തിട്ടുണ്ടല്ലേ അയ്യോ സിനിമയില് അല്ലേ? അതെനിക്കറിയില്ലായിരുന്നു. കൊച്ചു കള്ളി, അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. ഞാൻ ബാലചന്ദ്ര മേനോൻ സാറിനെ ഞാൻ ഒരു പ്രോഗ്രാമിന് പരിചയപ്പെട്ടു. അതൊരു മ്യൂസിക് ഷോയിലാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഫോണിലൂടെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അഖിലയുടെ വോയിസ് ഡബ് ചെയ്യാൻ നല്ലതായിരിക്കും, അതൊന്ന് ട്രൈ ചെയ്തുകൂടെയും ചോദിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് ആ ഒരു ഇതിലാണ് ഞാൻ ഡബിങ്ങിലേക്ക് കുറച്ച് കാലം, ഒരു 15 വർഷം മുമ്പുള്ള കാര്യമാണ്. അന്ന് ഒത്തിരി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ഡബ് ചെയ്തിരുന്നു. വളരെ കുറച്ച് കാലം ഡബ് ചെയ്തു. പിന്നെ ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ ജോസഫിൽ മാധുരി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് ഡബ് ചെയ്തു. അതിൽ ഞാനൊരു പാട്ടും പാടിയിരുന്നു. അപ്പോൾ ജോജു ചേട്ടൻ എനിക്ക് ഈ ഒരു ക്യാരക്ടർ ഡബ് ചെയ്യാൻ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ആ മാധുരിക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തു. പാട്ട് പാടിയതറിയാം, പക്ഷെ ഡബിങ് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ജോസഫിന്റെ കാര്യം പറഞ്ഞപ്പോ ജോസഫിലെ പാട്ട് നമുക്ക് എന്തായാലും ഒന്ന് കേട്ട് കളയാം. കരിനീല കണ്ണുള്ള പെണ്ണ്, മഴവില്ലിൻ ചിറകുള്ള പെണ്ണ്, കവിളിലോ കാക്കപ്പൂവിൻ മറുകുമായി വന്നോള്, കരിമുകിൽ ചേലായി മിന്നും മുടിമെടഞ്ഞിട്ടോള്, കണ്ണിനാൽ നെഞ്ചിനകത്തായി അന്നൊരിക്കലമ്പു നെയ്തതെന്താണ്, കണ്ണിനാൽ നെഞ്ചിനകത്തായി അന്നൊരിക്കലമ്പു നെയ്തതെന്താണ്, കരിനീല കണ്ണുള്ള പെണ്ണ്, മഴവില്ലിൻ ചിറകുള്ള പെണ്ണ്. ജോസഫ് എന്ന സിനിമയും ഈ പാട്ടും ഒക്കെ നമ്മൾ മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടും സിനിമയൊക്കെയാണ്. അപ്പൊ എന്തായാലും താങ്ക് യു ഞങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ആ പാട്ട് പാടി തന്നതിന്. അപ്പോൾ ഇവരുടെ കുറച്ച് സങ്കടം, എനിക്ക് കുറച്ച് ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമാണ് അടുത്തത്. ഒരു ഗെയിമാണ്, ഒരു ഗെയിം. അപ്പൊ ഈ ഗെയിമിന് നിങ്ങൾ കുഴയുമ്പോൾ നിങ്ങൾക്ക് സങ്കടമാവുമല്ലോ, അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാവുമല്ലോ, അതാണ്. അപ്പൊ ഈ ഗെയിമിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ആര്യയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞപ്പോ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞ പാട്ട് അതൊക്കെയാണല്ലോ ആദ്യം വരിക. അതായത് ആ പ്രായത്തിൽ ആര്യ സിനിമയിലേക്ക് വന്ന ആ പ്രായത്തിലുള്ള നമ്മുടെ ഇപ്പോഴത്തെ ആക്ടേഴ്സിന്റെ കുറച്ച് പിക്ചേഴ്സ് നമ്മൾ കാണിക്കും. അത് ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ ലാലേട്ടനാണെങ്കിൽ ലാലേട്ടന്റെ ചെറുപ്പകാലം, മമ്മൂക്കയാണെങ്കിൽ മമ്മൂക്കയുടെ ചെറുപ്പകാലം ഒക്കെ നമ്മൾ കാണിക്കും. അപ്പൊ നിങ്ങൾ അത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഗെയിമിന് വേണ്ടി കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. സോ പ്രോപ്പർട്ടീസ് വരട്ടെ. അപ്പൊ ഇതാ പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഉദ്ദേശിച്ചില്ലല്ലോ ഈ പ്രോപ്പർട്ടീസ് ആണെന്ന്. തീരെ പ്രതീക്ഷിച്ചില്ല. അതായത് 2 പേർക്കും ആരോഗ്യത്തിന് ഏറ്റവും നല്ല പാവയ്ക്ക ജ്യൂസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിത് കാണുമ്പോഴേ ഭയങ്കര പുളി, ഇരുമ്പം പുളിയാണ് അടുത്തത്. പിന്നെ ഇത് സൂചി നൂലും ഓർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്ന വിഷ്വലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയില്ല എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്റെ സഹായം വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഞാൻ സഹായിക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം എന്താണോ അത് ചെയ്യണം. ഇനി എന്റെ സഹായം വേണ്ട, ഞങ്ങൾ തന്നെ ഉത്തരം പറയാം എന്നുള്ള അഹങ്കാരത്തുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞു തന്നെ വിചാരിക്കും. അപ്പൊ തെറ്റിയെന്ന് വിചാരിക്കും. തെറ്റിയാൽ ജയിച്ച കുഴപ്പമില്ല, തെറ്റിയാലും ഇത് തന്നെ ശിക്ഷ. ഓക്കെ, ശരി. യെസ്. അപ്പൊ റെഡി അല്ലേ? റെഡി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ വിഷ്വലിൽ ആയിരിക്കും കൊടുക്കാം. ആദ്യത്തെ വിഷ്വൽ നോക്കൂ. ഈ കുട്ടി ആരാണെന്നാണ് ഭയങ്കരം തന്നെ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ കണ്ടപ്പോ ഭാവനയാണെന്നത് പറഞ്ഞു. ജയിച്ചു, 1 പോയിന്റ് കിട്ടി, ഒന്നും ചെയ്യാനില്ല. ഇനി അടുത്തത് അഖിലേക്ക് നോക്കാം. ദുൽഖർ ആണോ? ആണോന്ന് പറയാൻ പറ്റില്ല. ദുൽഖർ. തെറ്റിക്കഴിഞ്ഞാലും ഇതുണ്ട്, അതിൽ നല്ലത് എന്റെ ക്ലൂ മേടിക്കുന്നതാണ്. ദുൽഖർ അല്ല. അയ്യോ, ദുൽഖർ സൽമാനാണ്. ഫുൾ പറയണ്ടേ? നമുക്ക് അത്ര കഷ്ടപ്പെട്ട് ദുൽഖർ സൽമാൻ ദുൽഖർ എന്ന് പറയുന്നത് എന്താണ്? DQ. ഇനി അടുത്തത്. അപ്പൊ 1 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഇനി അടുത്തത് ആര്യക്ക്. തോറ്റു. അയ്യോ, ഇത് കുറച്ച് കഷ്ടമാണല്ലോ. ക്ലൂ
വേണോ അതേ ഗസ് ചെയ്യുന്നോ? വേണം. അപ്പൊ അത് കഴിക്കണം. ക്ലൂ വേണം. clue വേണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കൊടുക്കണം? പുളി. ഈ ഒരു പുളി അല്ല, നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ പറ്റില്ല. അത് പറ്റില്ല. അല്ല ഇഷ്ടം ശരി, ഇഷ്ടമുള്ളത് ഏതാണ് കുട്ടിക്ക്? നോക്കട്ടെ. എല്ലാം കണക്കാ. അല്ല, എന്നാലും സൂചി നൂല് പുറത്തു. സൂചി നൂല് കോർത്തോളൂ. അതാ സൂചിയല്ലേ? ഡോക്ടർക്ക് അത് ഐ സ്പെഷ്യലിസ്റ്റ് ആണ്. ഐ സ്പെഷ്യലിസ്റ്റ് സൂചി നൂല് പറ്റില്ല. ഐ സ്പെഷ്യലിസ്റ്റിന്റെ കണ്ണ് ഭയങ്കര ഷാർപ്പായിരിക്കും. സൂചി നൂലും കോർക്കണ്ട. അപ്പൊ ഇത് കുടിക്കാം. ഇതാ ശരി. എന്നാ പാവയ്ക്ക ഫുള്ള് കുടിക്കണ്ട. ഒരു ഇത്രയും ഒരു കവിള്. ഇത് ചെറുത്ത്. എന്റെ ക്ലൂ എന്ന് പറയാൻ നമ്മുടെ മലയാള സിനിമയിലേക്ക് ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തിയ ഒരു നടിയാണ്. മഞ്ജു വാര്യർ. അതായത് നമ്മൾ മഞ്ജു ചേച്ചിയുടെ ചെറുപ്പകാലത്തെ ഫോട്ടോ, ഇത്ര ചെറിയ ഫോട്ടോസ് അധികം സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. നമ്മൾ എപ്പോഴും ആ ഡാൻസ് കളിക്കുന്ന അതൊക്കെയാണ് കണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് അഖില. തോറ്റു വീണ്ടും തോറ്റു. ഒരു ഐഡിയ ഇല്ലല്ലോ. കുടിച്ചോളൂ, റെഡിയായി ഇരിപ്പുണ്ടല്ലോ. ക്ലൂ വേണോ? വേണം. ക്ലൂ ക്ലൂ വേണമെങ്കിൽ കുട്ടി പുളി കടിച്ചോളൂ. ഇത്ര ഒരു കടി. നല്ലതാ. ചെറുത് നോക്കിയെടുത്തോട്ടെ. ചെറുത് നോക്കി. അത് ഫുള്ള് കഴിക്കണ്ടല്ലോ, ഒരു കടി അടിച്ച പോരെ ഏതാണെങ്കിലും. നല്ല പുളിയാണോ? നല്ല പുളിയുണ്ടോ? നല്ല പുളിയുണ്ടോ? ഓക്കെ, എന്റെ ക്ലൂ അല്ലേ വേണ്ടത്? ഇവരൊരു മലയാളത്തിലൊരു ഹിറ്റ് മേക്കർ, ഒരു ഡയറക്ടറിന്റെ ഭാര്യയാണ്. ഇപ്പോ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. ആയിരിക്കും. ഒരു അടുത്ത ക്ലൂ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? പറയട്ടെ, ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു ഇവരുടെ. പിന്നെ ആ കുട്ടി കോട്ടയ ഭാഷയിൽ ഒരു സിനിമയിൽ കോട്ടയം ഭാഷ സംസാരിച്ച് ആ സിനിമയ്ക്കാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ഇത്രയൊക്കെ ക്ലൂ വന്നിട്ട് റീമ കല്ലിങ്കൽ. ഇനി ഒരെണ്ണം കൂടി ഉണ്ടാവും, നോക്കിയോ. ആദ്യത്തെ നല്ല എളുപ്പം. പറ്റൂല, ആർക്കെല്ലാം ഒരെണ്ണം മാത്രം പാടുള്ള കിട്ടുള്ളൂ. ശരി, ഇനി ഒരെണ്ണം കൂടി. എവിടെയോ കണ്ടിട്ടുള്ള നല്ല കണ്ടിട്ടുള്ള ചായ ഉണ്ടല്ലേ. ക്ലൂ വേണോ? അഖിലയ്ക്ക് ക്ലൂ വേണോ? പറ. ഇനിയിപ്പോ എന്തായാലും നൂലായിരിക്കും. ട്രൈ ചെയ്ത് നോക്ക. സൂചി നൂലും ഈസി അല്ലേ. അപ്പൊ ഞാൻ ക്ലൂ പറയാൻ പോവാണ്. ഇത് കോർത്തോ, എന്നിട്ട് ഞാൻ പറയാം. ഇത് മിക്കവാറും ഞാനിനി ആരും എടുത്ത് കണ്ണാടി വെക്കാൻ ചെല്ലേണ്ടി. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. മലയാളത്തിന്റെ മലയാളത്തിന്റെ ഒരു ഒരു പവർ സ്റ്റാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ മുഖം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിഷ്കളങ്കമായ ചിരി. എനിക്ക് മനസ്സിലായി. അയ്യോ, കേറുന്നില്ല. നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചിരിയുള്ള നടൻ. എനിക്ക് രണ്ടായിട്ടൊക്കെ കാണും. കുട്ടികൾ ഈ നടന്റെ പേരിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ, ആൺകുട്ടികൾ ഉണ്ടാവുമ്പോ ആ നടന്റെ പേര് വെച്ച് വിളിക്കുക. പിന്നെ പണ്ടത്തെ സിനിമയിലെ എല്ലാ കഥാപാത്രവും അതായിരിക്കും. എന്റെ കണ്ണ അങ്ങനെയൊക്കെ. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. എനിക്ക് പറ്റൂല. ഓർക്ക, ഉണ്ണി മുകുന്ദൻ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. കൈ വെച്ച് തൊള അടച്ചു കഴിഞ്ഞ പിന്നെ എങ്ങനെ കയറും? എനിക്ക് സൂചി രണ്ടായിട്ടൊക്കെ കാണും. അപ്പൊ കണ്ണട വെക്കണം. ഈ കുട്ടി ഇവിടെ കോർത്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ഗെയിം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോർക്കൂ. അപ്പൊ ഈ ഗെയിമിൽ ആര്യ നമ്മൾ വിജയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആര്യക്ക് ഒരു സമ്മാനമുണ്ട്. കോർത്തോട്ടിരുന്നോ? ഞാൻ സമ്മാനം എടുത്തിട്ട്. അല്ല, നിങ്ങളൊന്ന് കോർത്ത് നോക്കിയേ. ഐ സ്പെഷ്യലിസ്റ്റ് കോർക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. എനിക്ക് പറ്റൂല. ഐ സ്പെഷ്യലിസ്റ്റിന്റെ കണ്ണിന്റെ പവർ. എന്നിട്ട് വേണം പല
പേഷ്യൻസ് ആണെന്ന് നമ്മുടെ ടെലിവിഷനിലൂടെ തെളിയിച്ചിരിക്കാനും ഇനി ധൈര്യമായിട്ട് എല്ലാവർക്കും കണ്ണ് പരിശോധിക്കാൻ കൊണ്ടുചെല്ലാം. ഫസ്റ്റ് പേഷ്യന്റ്. അതെ. അപ്പൊ നമ്മുടെ ആര്യ വിജയിച്ചതുകൊണ്ട് ആര്യക്കുള്ളൊരു വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സമ്മാനമാണ്. ഈ സമ്മാനം കാണുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. അത്ര ക്യൂട്ടായിട്ടുള്ളൊരു സമ്മാനമാണ്. ഇനി നമുക്ക് അഖിലേക്കുള്ള ടാസ്ക് ആണ്. അതായത് ഞങ്ങൾ ഇവിടെ പല മൃഗങ്ങളുടെ ഫോട്ടോ കാണിക്കും, അതിന്റെ ശബ്ദം വിന്നർ ആയോണ്ട് അഖിലേക്കേ ഉള്ളൂ ടാസ്ക് അഖിലേക്കാണ്. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് 2 പ്രാവശ്യം പുളി ഇത് കടിച്ചു, സൂചിയിൽ നോല് കോർത്തു, പാവയ്ക്ക ജ്യൂസ് കുടിച്ചില്ല. അപ്പൊ അങ്ങനെയൊക്കെ ടാസ്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ പണിഷ്മെന്റ് ഒഴിവാക്കുന്നു.